ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഞാനും ഒരു സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ വന്ന് ഇരിക്കുകയാണ്. ഒരു 8:30 ആയിട്ടുണ്ടായിരുന്നു. ആ ടൈം വന്ന് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാപ്പാക്ക് ഇൻസുലിൻ മേടിക്കുന്ന ദിവസമാണെന്ന് 4-ാം തീയതി. അപ്പോൾ ഇന്നത്തെ വീഡിയോയും പിന്നെ 2-3 ദിവസം മുന്നേ ഉള്ള ഒരു വ്ളോഗും അങ്ങനെയൊക്കെ കൂട്ടിച്ചേർന്നിട്ടുള്ളൊരു വ്ളോഗാണ്. പ്രത്യേകിച്ച് കണ്ടൻറ് ഇല്ലാത്തത് കൊണ്ടാണ് 2-3 ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഇടാതിരുന്നത്. ഇപ്പോൾ 3 ദിവസമായല്ലേ നമ്മൾ വീഡിയോ ഇട്ടിട്ട്. ലോങ് വീഡിയോ ഇടുന്നേ ഇല്ല. ലോങ് വീഡിയോ ഇട്ടില്ലെങ്കിൽ പിന്നെ യൂട്യൂബിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല കേട്ടോ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ വീണ്ടും ഒന്നുകൂടി അങ്ങ് എന്താ പറയേണ്ടത്, ആകെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കും. അപ്പോൾ ഇന്ന് എന്തായാലും ഇടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് കരുതിയിട്ട് അല്ലറ ചില്ലറ വീഡിയോ ഒക്കെ ഇങ്ങനെ നുള്ളിപ്പറക്കി എടുത്തുകൊണ്ട് വന്നിട്ട് ഇടുന്നതാണ്. അങ്ങനെ രാവിലെ ഹോസ്പിറ്റലിൽ പോയി OP ടിക്കറ്റ് അവിടെ നിന്നൊരു അപ്പൂപ്പൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ അപ്പൂപ്പൻ ആദ്യം നിന്നത് കൊണ്ട് തന്നെ എനിക്ക് 4-ാമത്തെ തുണ്ട് അപ്പൂപ്പൻ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങ് വരാൻ പറ്റി. ഇല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞ് എന്തായാലും 1 മണിക്കകത്ത് വെച്ചിട്ടേ നമുക്കിങ്ങ് എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഹോസ്പിറ്റലിൽ കാണിച്ചു, മരുന്നൊക്കെ കിട്ടി. ഞാനിങ്ങ് വീട്ടിലോട്ട് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നും ചെയ്യാതെയാണ് പോയത്. അനിയത്തി വന്നപ്പോഴത്തേക്കും കാച്ചിൽ പുഴുങ്ങാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കാച്ചിൽ നമുക്ക് കിട്ടിയതാണ് കേട്ടോ. അതിങ്ങനെ വെട്ടി പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് പുഴുങ്ങിയാണ് രാവിലത്തെ കാപ്പി നമ്മൾ കഴിച്ചത്. ദോശയും അപ്പോൾ ഒന്നും നമ്മൾ തലേന്ന് അരിയൊന്നും വെള്ളത്തിലിട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ രാവിലത്തെ കാപ്പി കാച്ചിൽ പുഴുങ്ങിയതും ഉള്ളി ചമ്മന്തിയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ശകലം ഉപ്പിൻ്റെ കുറവുള്ളതുപോലെ എനിക്ക് തോന്നി. അങ്ങനെ അതൊക്കെ കഴിച്ചു. ചായയൊക്കെ വന്നിട്ടാണ് ഞാൻ കുടിച്ചത് കേട്ടോ. ചായ രാവിലെ ഞാൻ പോകുന്ന ടൈമിന് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ കുടിക്കാൻ പറ്റിയില്ല. ശകലം അങ്ങനെ 1-2 കവളിങ്ങനെ കുടിച്ചു. പിന്നെ അവിടെ വെച്ചു. അപ്പോഴത്തന്നെ അങ്ങ് പോയി. കാരണം ഗവൺമെൻറ് ഹോസ്പിറ്റലല്ലേ, നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് വലിയ പാടാണ്. നമുക്ക് കയറി വരുമ്പോൾ എനിക്ക് വീഡിയോയും എടുക്കണമല്ലോ. അതുകൊണ്ട് സമയം ഒട്ടും കളയാൻ പറ്റത്തില്ല. ഇന്നിപ്പം വീഡിയോ വരുന്ന ടൈമിന് എന്തായാലും താമസിക്കും. നമ്മൾ 2 മണിക്കകത്താണ് നമ്മൾ വീഡിയോ വരേണ്ടത്. പക്ഷേ കുറച്ചും കൂടെ താമസിക്കുമെന്ന് തോന്നുന്നു കേട്ടോ. എന്നാൽ ഞാൻ വന്ന് വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് സൗണ്ട് കൊടുത്ത് വോയിസ് ഓവർ കൊടുത്തൊക്കെ വീഡിയോ വരുമ്പോഴത്തേക്കും ഒരു സമയമാവും. ഈ വീഡിയോ റെക്കമെൻഡിൽ പോകുന്ന പോലും എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോഴേ ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ എന്ന് പറയുന്നത് 2 ദിവസം മുന്നേ ഉള്ളതാണ്. അത് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് എടുത്ത ആൾ ഞാനല്ല. ഇതെടുത്ത ആൾ എൻ്റെ അനിയത്തി, അതായത് വല്യാപ്പാടെ മോളാണ് ഫാത്തിമ. വല്യാപ്പാടെ മോൾ. ഇതിന് മുന്നേ നമ്മൾ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒന്ന് മുഖമൊക്കെ കാണിച്ചിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ. അപ്പോൾ ആൾ 2-3 ദിവസം മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 10-11 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ആൾ വന്നത്. ഞാനങ്ങനെ ഒന്നും ഉണ്ടാക്കിയൊന്നുമില്ല അന്നത്തെ ദിവസം. അന്നെന്തുമായിരുന്നു, മത്തിയായിരുന്നു കേട്ടോ. മീൻ മത്തിയായിരുന്നു. പുളിമുളകും വെച്ചു. പിന്നെ എന്തൊക്കെയോ മെഴുക്കുരട്ടിയോ കായെല്ലാം പച്ചക്കറിയും കൂടെയൊക്കെ ഇട്ടിട്ടുള്ളൊരു മെഴുക്കുരട്ടിയും മീൻ വറുത്തതും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അവൾ വന്നിട്ടുണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു. അപ്പം വെള്ളമില്ലായിരുന്നു കേട്ടോ. ആ ടൈമിന് ഒട്ടും വെള്ളമില്ലായിരുന്നു. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് വെള്ളം വന്ന സമയമായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെയൊക്കെ മത്സരിച്ച് നിന്ന് വെള്ളമൊക്കെ അങ്ങ് പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പഴുത്ത മാങ്ങ, അങ്ങനെ ചെറിയ കളറൊക്കെ വന്നിട്ട്, നല്ല പഴുത്തമൊന്നുമല്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കളറൊക്കെ അടിച്ച് നിന്ന മാങ്ങയൊക്കെ നമ്മൾ പറിച്ചെടുത്തിട്ട് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ നിന്ന് ലൈവായി കഴിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ കഴിച്ചില്ല കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ കഴിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് വന്നതേ നമ്മൾ ചോറുണ്ണാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇതിൻ്റെ പാത്തുവിൻ്റെ പ്ലേറ്റ് കാണുമ്പോൾ നെഗറ്റീവ് പറയാനായിട്ട് ആരും നിൽക്കേണ്ട. ഇതെന്താ പച്ചച്ചോറോന്ന്. അതിൽ പൊരിച്ച മീനുണ്ട്, മെഴുക്കുരട്ടിയുണ്ട്, അച്ചാറും ഉണ്ട്. കാരണം മീൻ കറി കഴിക്കത്തില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല കേട്ടോ. മീൻ കറി കഴിക്കത്തേയില്ല. തേങ്ങ അരച്ചതാണെങ്കിലും കഴിക്കത്തില്ല, മുളക് കറി ആണെങ്കിലും കഴിക്കത്തില്ല. അത് ആകെ കഴിക്കുന്നത് മോരാണെങ്കിൽ നല്ലതുപോലെ കഴിക്കും. അപ്പോൾ ചില ആളുകൾ ചിലപ്പോൾ നെഗറ്റീവ് പറയാം, എന്തേ കൊച്ചിൻ്റെ പാത്രത്തിലൊന്നും ഇല്ലേ എന്ന്. അങ്ങനെയല്ല കേട്ടോ, ഞാൻ എടുത്തങ്ങ് പറഞ്ഞതാണ്. അപ്പോൾ അവൾ കഴിക്കത്തില്ല. കഴിക്കുന്ന സാധനങ്ങളല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. മീൻ പൊരിച്ചത് കഴിക്കും. എരിവ് അങ്ങനെ കഴിക്കുന്ന ഒരു ഇതല്ല. അതുകൊണ്ട് കറി ഞാൻ കൊടുത്തിട്ടില്ല. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെയൊക്കെ ഇരുന്ന് അന്നത്തെ ദിവസം ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അവളൊരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിപ്പോൾ അതേ വീണ്ടും നമ്മൾ ഇന്നത്തെ ദിവസത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഇതൊരു ഓർഡർ അനുസരിച്ചിട്ടുള്ളൊരു വീഡിയോ അല്ല കേട്ടോ. എന്താ പറയണ്ടതെന്ന് പോലും അറിയാൻ പറ്റാത്ത, നുള്ളിപ്പറക്കി എന്ന് പറഞ്ഞത് കറക്റ്റാണ്. ഞാൻ നുള്ളിപ്പറക്കി എടുത്തുകൊണ്ടുവന്ന വീഡിയോയാണ്. ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇന്നത്തെ ദിവസം മൊത്തം കുളമായിരുന്നു. കാരണം എനിക്ക് വീഡിയോ എടുക്കാനായിട്ടേ പറ്റുന്നില്ല. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് പിന്നെ എണ്ണയൊക്കെ തീർന്നിരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ശരിക്കും എണ്ണ തീർന്ന കാര്യമൊക്കെ ഞാൻ ഓർത്തില്ല. അന്നെങ്കിൽ പോരുന്ന വഴിക്ക് മേടിച്ചുകൊണ്ട് വന്നാൽ മതിയായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് വീണ്ടും ഞാൻ ഇറങ്ങി പോവേണ്ടി വന്നു. അങ്ങനെയൊക്കെ വന്നിട്ട് ഒരുപാട് ടൈം അങ്ങ് വേസ്റ്റായി പോയിട്ടുണ്ട്.
ഇന്നും ഇന്നലെയൊന്നും മീനേ കിട്ടിയിട്ടില്ല കേട്ടോ. മീനില്ലെങ്കിൽ ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്. അപ്പോൾ എനിക്ക് കേട്ടോ, എനിക്ക് അങ്ങനെയാണ്. എനിക്കൊരു ഉണക്കമീനെങ്കിലും വേണം. ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ പിന്നെ ഉണക്കൽ മേടിച്ചുകൊണ്ട് വന്നു. ഉണക്കൽ മത്തിയായിരുന്നു കേട്ടോ. മത്തി ഉണ്ടായിരുന്നു, ഉണക്ക കൊഞ്ചും ഉണ്ടായിരുന്നു. ഞാൻ മത്തി എടുത്ത് വൃത്തിയാക്കി വറുക്കാൻ വേണ്ടി വെച്ച് പിന്നെ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിൽ എല്ലാം ഒന്നുമില്ല, എന്നാൽ തീയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് കുറച്ച് തേങ്ങയൊക്കെ തിരുമ്മി മൂപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. മുളകും മല്ലി എല്ലാം ഞാൻ മൂപ്പിച്ച് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. 2 ദിവസമായിട്ട് നല്ല മഴക്കോളുണ്ട്, പക്ഷേ മഴ പെയ്യത്തില്ല. എന്താണെന്നൊന്നും അറിയത്തില്ല, മഴ പെയ്യത്തില്ല കേട്ടോ. നമ്മുടെ ഈ പരിസരങ്ങളിൽ എവിടേക്കോ മഴ പെയ്യുന്നെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്, പക്ഷേ ഇവിടെ ഒന്നും മഴയേ ഇല്ല. ഞാൻ എന്തായാലും വറുത്തെടുത്ത തേങ്ങ അരച്ച് പച്ചക്കറിയൊക്കെ എണ്ണയിലൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് വഴറ്റിയെടുക്കും. പിന്നെ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് അരപ്പൊക്കെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങ് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. വെക്കേഷൻ ആയതുകൊണ്ട് ഇതാണ് ഇവിടുത്തെ പരിപാടി. പക്ഷേ സൈക്കിളിൽ എത്രയോ പ്രാവശ്യം വീണ് കയ്യും കാലും മുറിഞ്ഞിട്ടൊക്കെയാണ് ഈ വീണ്ടും ചവിട്ടിക്കൊണ്ട് നടക്കുന്നത് കേട്ടോ. എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. ഇനിയിപ്പോൾ വെക്കേഷൻ സമയത്ത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ. നാളെ തൊട്ട് മദ്രസ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു ആശ്വാസം ഉണ്ട് കേട്ടോ. 1 മണിക്കൂറെങ്കിലും കുറച്ച് നേരം ബഹളം ഇല്ലാതിരിക്കുമല്ലോ. അപ്പോൾ നാളെയാണ് മദ്രസ തുറക്കുന്ന ദിവസം. കുറച്ച് നേരമൊക്കെ സൈക്കിളൊക്കെ ആൾ ചവിട്ടിക്കൊണ്ട് നിന്ന ടൈമിന് ഞാൻ കയറി വന്നിട്ട് കുറച്ച് പയറിരിപ്പുണ്ടായിരുന്നു കേട്ടോ, വള്ളിപ്പയർ. അപ്പോൾ ഇന്നാണ് പച്ചക്കറി മേടിച്ചുകൊണ്ട് വന്നത് വാപ്പ. ബാക്കി ഇരുന്ന പച്ചക്കറിയെല്ലാം ഞാൻ തീർത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലുമൊക്കെ കുറേ തടിയങ്കായും വെള്ളരിക്കായും അങ്ങനെയുള്ള ഈ വെട്ട് സാധനങ്ങളുണ്ടല്ലോ, വെട്ട് ഐറ്റംസ് പച്ചക്കറി, അതെല്ലാം കൂടെയൊക്കെ ഇന്ന് കൊണ്ടങ്ങ് തീർത്തു. ഇന്നലെ കൊണ്ടൊക്കെ തീർത്തു. മോരേറിയിലൊക്കെ വെട്ടി അങ്ങോട്ടിട്ട് മോരേറിയൊക്കെ ഉണ്ടാക്കി എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ തീർത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നിപ്പം പച്ചക്കറി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അത് വെച്ച് തീയലുമാക്കി ഞാൻ മെഴുക്കുരട്ടിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ക്യാരറ്റും കൂടെ ഇട്ടിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും കൂടെ എടുത്തതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് നമ്മളിങ്ങനെ മിക്സാക്കി വെക്കുന്ന മെഴുക്കുരട്ടി. അങ്ങനെ പയറും ക്യാരറ്റും മെഴുക്കുരട്ടിയാക്കി നമ്മൾ തീയലും അങ്ങ് ആക്കിയിട്ടുണ്ട്. തീയൽ ആ സമയം വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തങ്ങ് ഇറക്കി. പിന്നെ കുറച്ച് ഉണക്കമീനും പൊരിച്ചെടുത്തു, കുറച്ച് പപ്പടവും കൂടെ കാച്ചിങ്ങെടുത്ത്. അങ്ങനെ എങ്ങനെയെങ്കിലും എടുപിടി ചടപടയെന്നും പറഞ്ഞിട്ട് ഇന്നത്തെ ഉച്ചയുണങ്ങ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ തീയലും അതുപോലെ ഉണക്കമീനും പപ്പടം പൊരിച്ചതും അതുപോലെ പയറും ക്യാരറ്റും കൂടെ മെഴുക്കുരട്ടി വെച്ചതും ഒക്കെ ആയിട്ട് ഇന്നത്തെ ഊണങ്ങ് കഴിഞ്ഞു. അപ്പോൾ ഇൻഷാല്ലാ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഇൻഷാല്ലാ നാളെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.